വളരെ വനമേഖലയും പുഴയും അതേപോലെ തന്നെ വലിയ മലകളും ഒക്കെ വലിയ കാറ്റും ശക്തമായ കാറ്റും മഴയും ഒക്കെയുള്ള പ്രദേശമാണ് ഷിരൂർ എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. കാരണം ഒരാഴ്ചയായി 10 ദിവസമായി നമ്മുടെ ജനൻ ടി വി അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം അവിടെ തമ്പടിച്ചുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമെല്ലാം തത്സമയം രാപകലില്ലാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാരിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നു ഏറെ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ഷിരൂർ. നമുക്ക് കണ്ടാൽ അത് കാണാൻ സാധിക്കും. നല്ല മലയോര പ്രദേശം, ആ മലയോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു പുഴ, ഗംഗാവലി പുഴ കുത്തിനിറഞ്ഞൊഴുകുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ അപകടം നടന്നിരിക്കുന്നത്. അതുവഴിയുള്ള ആ പാതയിലേക്ക്, ദേശീയപാതയിലേക്ക് ആ മല ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെയാണ് വലിയ അപകടം നടന്ന് നമ്മളിൽപ്പെട്ട ഒരാളായ അർജുൻ അടക്കമുള്ള ആളുകൾ ആ പുഴയിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തെരച്ചിൽ നടക്കുമ്പോഴും അവിടെ വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ആ മേഖലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നൽകുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ ചിലപ്പോൾ അത് കട്ടായി പോകുന്നു, ഫോൺ സംഭാഷണം കട്ടായി പോകുന്നു. അതൊക്കെ ആ പ്രകൃതിയുടെ, ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ഈ ഷിരൂർ എന്ന് പറയുന്ന ഈ പ്രദേശം അരുൺ കേൾക്കാമെങ്കിൽ, ഈ ഷിരൂർ എന്ന് പറയുന്ന പ്രദേശം നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അങ്ങേ അതിർത്തിയായ കാസർഗോഡിനോട് അവിടെ നിന്ന് സഞ്ചരിച്ചാൽ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാകും ഈ ഷിരൂർ വരെ, അല്ലെങ്കിൽ ഈ ഷിരൂർ വഴിയുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഈ കാസർഗോഡ് നിന്നൊക്കെ ഏകദേശം എത്ര കിലോമീറ്റർ അങ്ങോട്ടേക്ക് ഉണ്ടാകും? കർണാടകയിലേക്കുള്ള പ്രധാന പാത ഇതാണോ, വേറെ പാതകളുണ്ടോ? അതേപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ അരുൺ? വിനോദ്, നമുക്കറിയാം ഈ കന്യാകുമാരിയിലേക്ക്, അതായത് പൻവേലിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള പ്രധാന പാതയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രധാന പാത, ഈ ദേശീയപാതയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ദേശീയപാതയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാത തന്നെയാണ് ഇതും. ആ പാതയുടെ ഒരു ഭാഗത്തിൽ തന്നെയാണ് ഈ ഒരു മണ്ണിടിച്ചിലും മറ്റും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉടുപ്പി കഴിഞ്ഞാൽ മൂകാംബിക കഴിഞ്ഞാൽ മുരുടേശ്വർ, ഇങ്ങനെ ഈ ഒരു പുണ്യ സ്ഥലങ്ങളിലൊക്കെ കർണാടകയിലേക്ക് വന്ന ആളുകൾ ധാരാളമായിട്ടുണ്ടാകും. ആ ഒരു പാതയിൽ തന്നെയാണ് ഈ ഒരു സ്ഥലവും ഷിരൂർ എന്ന ഭാഗവും ഉള്ളത്. മുരുടേശ്വർ എന്ന വളരെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം, ആ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇത്തരത്തിൽ ഷിരൂർ എന്ന ഭാഗം എത്തുന്നത്. മുരുടേശ്വരിൽ നിന്നൊക്കെ ഏറെക്കുറെ ഒരു 50 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഈ ഒരു ഷിരൂർ ഭാഗത്തേക്ക് ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ ഏതായാലും ഈ ദേശീയ പാതയിൽ ഇപ്പോൾ ഗതാഗതം പോലും നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മൾ ഈ അപകട സ്ഥലത്തേക്ക് വരുമ്പോൾ പോലും കണ്ടെയ്നറും മറ്റു ലോറികളൊന്നും ഇപ്പോഴും ഇവിടേക്ക് കടത്തിവിടുന്നില്ല, ഈ പാതയിലൂടെ കടത്തിവിടുന്നില്ല. സാധാരണ നമ്മുടെ കാർ പോലുള്ള ചെറിയ വാഹനങ്ങളെയൊക്കെ ഇവിടെ നിന്നും അല്പം ചുറ്റിയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ ഈ വലിയ ലോറികളെയൊന്നും ഇപ്പോൾ കടത്തിവിടാത്ത ഒരു സ്ഥിതിയുണ്ട്. അല്പസമയം മുമ്പ് ഈ ഒരു തിരൂരിലെ ഈ അപകട സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് കൂടെ പോകുന്ന റെയിൽവേ ട്രാക്കിൽ ഒരുപാട് ലോറികൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിരുന്നു. കണ്ടെയ്നർ ലോറികളും മറ്റുമൊക്കെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. സ്വാഭാവികമായിട്ട് ഈ റൂട്ടിൽ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലായിരിക്കണം ഈ ലോറികളൊക്കെ അതിന്റെ ചരക്കുമായി ട്രെയിനിൽ പോലും കയറ്റി കൊണ്ടുപോകുന്ന സാധ്യതകളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് തിരികെ വരാം. കാരണം നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സ്ഥലത്തെ പറ്റിയുള്ള പ്രത്യേകത, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരം, അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ നേരിടുന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ സൈനിക സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത്രയും ആധുനിക സംവിധാനങ്ങളും പുതിയ ടെക്നോളജിയും ഒക്കെ ഉണ്ടായിട്ടും ആ പുഴ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരം തന്നെയാണ്. ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമുക്കത് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക്